ഹായ്, നമ്മളിപ്പം 9 ജെംസാണ് നിലവിൽ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പം ഇതിലേറ്റവും മൂല്യമേറിയതും അല്ലെങ്കിൽ കൂടുതൽ സ്പെഷ്യലായിട്ടും അല്ലെങ്കിൽ കൂടുതൽ എക്സ്പെൻസീവായിട്ടും നമ്മൾ കണക്കാക്കുന്നത് ഡയമണ്ടിനാണ്. അത് എല്ലാവരെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിന് ശേഷവും മുമ്പും ഒക്കെ നമ്മൾ വേറെ പല ജെംസും ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിപ്പോൾ മുത്താണെങ്കിലും സഫയർ ആണെങ്കിലും എമറാൾഡ് ആണെങ്കിലും റൂബി ആണെങ്കിലും ടോപ്പാസ് ആണെങ്കിലും അങ്ങനെയാണ് കുറേ ജെംസ്. പക്ഷേ ആരൊക്കെ വന്നിട്ടും പോയിട്ടും ഈ പറയുന്ന ഡയമണ്ട് സ്റ്റിൽ സ്റ്റേസ് സെയിം. നമ്മളിപ്പോഴും ഒരു ഹയ്യസ്റ്റ് ലെവലായിട്ട് അല്ലെങ്കിൽ ഹയ്യസ്റ്റ് എന്തോ റൂമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ആരെയാണ്? ഈ പറയുന്ന ഡയമണ്ടിന് തന്നെയാണ്. മനസ്സിലായോ? പിന്നെ നമ്മൾ ഈ ഇടയ്ക്ക് ഈ മോട്ടിവേഷൻ കോട്ട്സ് ഒക്കെ പറയാറുണ്ടല്ലേ, ഈ പറയുന്ന ആരെയാ? ഈ പറയുന്ന ഡയമണ്ടിനെ പറ്റി എന്തായാലും ഡയമണ്ട് ഇസ് നത്തിങ് ബട്ട് എ ലംബ് ഓഫ് ഗോൾഡ് വിച്ച് ടു വെൽ അണ്ടർ പ്രഷർ അല്ലേ. അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ട്. അതായത് നമ്മളെ കൂടെ അത്രയ്ക്കും ചങ്കുമായിട്ട് നടന്ന ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ പെട്ടെന്ന്, അതായത് നമ്മൾ കാര്യങ്ങളോടെ നല്ല ഫ്രണ്ട്സൊക്കെ ആയിട്ടായിരിക്കും വന്നിരിക്കുന്നത്. പക്ഷേ കുറേ കഴിഞ്ഞപ്പം ഈ പറയുന്ന കൂട്ടുകാരി ചങ്കത്തി വേറൊരു ഫ്രണ്ട് ഗ്രൂപ്പിനെ കണ്ടപ്പം ലൈക്ക് വി ഡോണ്ട് ഈവൻ എക്സിസ്റ്റ്, നമ്മളവിടെ ഉണ്ടെന്ന് പോലും ഉള്ളൊരു മൈൻഡ് കാണിക്കാതെ അവരുടെ പുറകെ പോവാണ്. അപ്പോൾ നമ്മളവിടെ വായും തുറന്ന് ഇങ്ങനെ ഇരിക്കും. കാരണം അത് അവരുടെ കൂടെ പോയോണ്ടല്ല, നമ്മളെ ട്രീറ്റ് ചെയ്ത ആ ഒരു രീതി കണ്ട് നമ്മളങ്ങ് സർപ്രൈസ്ഡ് ആയിപ്പോയി. മനസ്സിലായോ? ചിലപ്പം അതാണ് എനിക്ക് ഡയമണ്ടുമായിട്ട് റിലേറ്റ് ചെയ്യാനുള്ളത്. ജസ്റ്റ് ബിക്കോസ് സംബഡി ലീവ്സ് യു ആൻഡ് ഗോസ് ടു അനദർ പേഴ്സൺ, അല്ലെങ്കിൽ വേറൊരു ഫ്രണ്ട് ഗ്രൂപ്പിൻ്റെ അടുത്ത് പോകുമെന്ന് വെച്ചോ, നിങ്ങളല്ലാതാവുന്നില്ല, നിങ്ങളുടെ ഐഡൻറ്റിറ്റി അവിടെ ഇല്ലാതാവുന്നില്ല. മനസ്സിലായോ? യു ആർ യു. മനസ്സിലായത്? ആരൊക്കെ വന്നാലും ആരൊക്കെ പോയാലും യു ഹാവ് ദാറ്റ് ഷൈൻ ഇൻ യു. ചിലപ്പം ഇയാൾ നിങ്ങളോട് നിൽക്കുന്ന സമയത്ത് ഭാവിയിൽ അങ്ങോട്ട് കാലം നീളെ പോകുമ്പം വാട്ട് ഇഫ് ദിസ് പേഴ്സൺ ഇസ് കോസിങ് യു എ ഹാർട്ട് ബ്രേക്ക്. അതായത് നിങ്ങൾ ടോക്സിക്കായിട്ട് നിൽക്കേണ്ടവർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാംഫുള്ളായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷം വരുത്തുന്ന എന്തെങ്കിലും ഇയാൾ ചെയ്യുന്നെങ്കിലോ അത് ചിലപ്പോൾ നിങ്ങൾക്ക് താങ്ങാൻ പറ്റിയില്ലെങ്കിലോ അതുകൊണ്ടായിരിക്കും ദൈവം ഇങ്ങനെ എടുത്ത് ചിലപ്പം അയാളിലോട്ട് ഇട്ട് കൊടുത്തത്. നിങ്ങളുടെ തെറ്റല്ല. നിങ്ങൾ ട്രൂത്ത്ഫുള്ളായിട്ടാണ് നിന്നതെങ്കിൽ, നിങ്ങൾ അയാൾക്കുള്ള എല്ലാ റെസ്പെക്റ്റും കൊടുത്തിട്ടാണുള്ളതെങ്കിൽ, നിങ്ങൾ അത്രയ്ക്ക് സിൻസിയറായിട്ടാണ് നിന്നിട്ടുള്ളതെങ്കിൽ ബേബി അവർക്ക് നഷ്ടപ്പെട്ടത് നിങ്ങളെയാണ്. പിന്നെ അത് നിങ്ങൾക്കുള്ളതായിരുന്നെങ്കിൽ മരണം വരെയും അത് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് സ്വന്തമെന്നുള്ളത് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ കാണും. അത് നടുക്ക് വെച്ച് വിട്ടിട്ട് വേറെ ആരുടെയും കൂടെ പോവില്ല. മനസ്സിലായോ? അപ്പോൾ അത് മാത്രം നിങ്ങൾ ചിന്തിക്കുക. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതുകൊണ്ട് ആരൊക്കെ നമ്മളെ വിട്ടു പോയാലും ഇല്ലെങ്കിലും നിങ്ങളുടെ വില കാത്തു സൂക്ഷിക്കുക. ചിലപ്പം അയാൾ നിങ്ങളെ വിട്ടു പോകുന്നു, അപ്പം നിങ്ങൾ ഒറ്റയ്ക്കാവുന്നു. ചിലപ്പോൾ അതിലൂടെ നിങ്ങളുടെ വില മനസ്സിലാക്കാൻ വേണ്ടിയാണെങ്കിൽ ദൈവം നിങ്ങൾ ഒറ്റയ്ക്കാക്കിയത്. ഓക്കെ, ശരിയാണ്. നമുക്ക് ആ ഒരു ഡിറ്റാച്ച്മെൻറ്റ്, പറയാതെ ഉള്ളൊരു ഡിറ്റാച്ച്മെൻറ്റ് നമുക്ക് അങ്ങനെ ബെയർ ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷേ യു ഹാവ് ടു കോപ്പ് വിത്ത് ഇറ്റ് ബേബി. യു ഹാവ് ടു. നിങ്ങളെ തന്നെ അറിയണം. അതിനായിട്ടുള്ള ദൈവം പല ചാൻസസ് നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ യൂസ് ചെയ്തില്ല എങ്കിൽ കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് റിഗ്രറ്റ് അടിക്കും. അപ്പോൾ നിങ്ങൾ കിടന്ന് വിഷമിക്കുകയും ചെയ്യും. ഒരു സൈഡിൽ കിടന്ന് വിഷമിക്കും, എന്നെ വിട്ടു പോയല്ലോ, ഞാൻ എന്താ തെറ്റ് ചെയ്തേ. പക്ഷെ അതർ സൈഡും കൂടെ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇത് ചിലപ്പം എനിക്ക് വേണ്ടി ദൈവം നിന്നൊരു ചാൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ യു ഹാവ് എ ലോട്ട് ഓഫ് റിലേഷൻഷിപ്സ് കമ്മിങ് ഇൻ ദ ഫ്യൂച്ചർ. അത് നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. പക്ഷെ അതിന് മുമ്പേ നിങ്ങൾ ഹാപ്പി ആയിട്ട്, അതായത് യു ഹാവ് ടു ബി ഹാപ്പി വിത്ത് യുവർ സെൽഫ്. ദാറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് തിങ്. മനസ്സിലായോ? അതുകൊണ്ട് തിങ്ക് ലൈക്ക് എ ഡയമണ്ട്, ബിക്കോസ് യു ഡോണ്ട് ഹാവ് ടു തിങ്ക് ലൈക്ക് എ ഡയമണ്ട്. യു ആർ ഓൾറെഡി വൺ. പോട്ടെ, അത്രയും ചിന്തിക്കുക. സ്റ്റേ പീസ്ഫുൾ, സ്റ്റേ ഹാപ്പി.